കഞ്ചാവ് സഹിതം പിടികൂടിയ പ്രതികളുടെ ഫോണിലേക്ക് വന്ന കോളുകൾ കണ്ട് പോലീസ് വരെ ഞെട്ടി. മിക്കതും പെൺകുട്ടികളുടെ വിളികൾ. ഒന്ന് പാലസ് റോഡിലേക്ക് വരാമോ? സ്കോർ എത്രയാ? ജോയിന്റ് ആയാലും മതി. പോസ്റ്റ് ഉണ്ടോ? ഹാൾട്ട് ഉണ്ടോ? ഒരു പിടിയുമില്ലാത്ത ചില ചോദ്യങ്ങൾ. മറുപടി പറയാനാകാതെ എക്സൈസ് ഉദ്യോഗസ്ഥർ കുഴഞ്ഞു. സ്കോറും ജോയിന്റും പോസ്റ്റും ചെറുതായി മനസ്സിലായി. ഇതിൽ ഹാൾട്ട് പുതിയ സാധനമാണ്. കഞ്ചാവുമായ പിടിയിലായ പ്രതികളിൽ ഒരാൾ പള്ളിമൂല സ്വദേശി 22 വയസ്സുള്ള വിഷ്ണു ഇത് എന്തെല്ലാമാണെന്ന് പോലീസിനോട് പറഞ്ഞുകൊടുത്തു. ആദ്യമായി സ്കോർ എന്നത് കഞ്ചാവിന്റെ വില എത്രയാണ്, 100ന്റെ സ്കോർ, 500ന്റെ സ്കോർ, ഇങ്ങനെ പോകുന്ന കഞ്ചാവ് കച്ചവടക്കാരുടെ സ്കോറിന്റെ കണക്കാണിത്. സ്കോർ കൂടുതലാണല്ലോ എന്ന് പറഞ്ഞാൽ കാശ് കൂടുതലാണല്ലോ എന്നാണ് അർത്ഥം. സ്കോർ കുറയ്ക്കാമോ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഇല്ലേ എന്നതാണ് അർത്ഥം. അടുത്തതാണ് ജോയിന്റ്. ബീഡിയിലോ സിഗരറ്റിലോ കഞ്ചാവ് നിറച്ചു കൊടുക്കുന്നതാണ് ജോയിന്റ്. വലിയ കഞ്ചാവ് പൊതികൾ വിൽക്കാനില്ലെങ്കിൽ ആവശ്യക്കാർ ചോദിക്കുന്നതാണ് ജോയിന്റ് എങ്കിലും കിട്ടുമോ. അടുത്തതായി പോസ്റ്റ്. കഞ്ചാവ് കിട്ടാൻ ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വരുമോ എന്നതാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏറെ നേരം പോസ്റ്റായി നിൽക്കണമോ എന്ന് ചോദിക്കാനുള്ള രഹസ്യ കോഡ്. അടുത്തതാണ് പെൺകുട്ടികൾക്ക് സ്പെഷ്യലായുള്ള ഹാൾട്ട്. കഞ്ചാവ് വലിക്കുന്ന പെൺകുട്ടികൾക്ക് വീട്ടിൽ പോകാൻ കഴിയില്ല. അവർക്ക് താമസിക്കാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുന്ന കോഡാണ് ഹാൾട്ട്. ഗോഡൌണോ ഒഴിഞ്ഞ വീടോ ആണ് സംഘമായി വരുന്ന പെൺകുട്ടികൾക്കായി ഇവർ ഒരുക്കുന്നത്. ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നവരിൽ കൂടുതലും. അടുത്തതായുള്ളതാണ് PM. ഉച്ചതിരിഞ്ഞ് മാത്രം കഞ്ചാവ് വിൽക്കുന്നതിനാൽ വിഷ്ണു അറിയപ്പെടുന്നത് PM എന്ന പേരിലാണ്. 5 മണിക്ക് ശേഷമേ വിഷ്ണു കഞ്ചാവ് കച്ചവടം ആരംഭിക്കൂ. വിവിധ കോളേജ് ഹോസ്റ്റലുകളിൽ വിഷ്ണു അറിയപ്പെടുന്നത് PM എന്ന പേരിലാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി അങ്കമാലിയിൽ കഞ്ചാവ് എത്തും. അവിടെ നിന്ന് ബസ്സിലോ ബൈക്കിലോ തൃശൂരിലെത്തിച്ച് വിതരണം നടത്തുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച വൈകിട്ട് വരെയുള്ള വാരാന്ത്യ കച്ചവടമാണ് പൊടി പൊടിക്കുന്നത്. വിദ്യാർത്ഥിനികൾക്കിടയിൽ ഈ സമയം വൻ ഡിമാൻഡാണ്. പലരും ദീർഘദൂര സ്ഥലങ്ങളിൽ നിന്ന് ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്നവർ. സഹപാഠികളുമൊത്തുള്ള യാത്രയും പാർട്ടിയും അടിച്ചു പൊളിക്കാൻ PMന്റെ ഈ ഉൽപ്പന്നം മതി. തൃശൂരിലെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും കൂട്ടരും നടത്തിയ റെയ്ഡിലാണ് അങ്കമാലിയിൽ നിന്ന് ബൈക്കിൽ കഞ്ചാവുമായി വന്ന +2 വരെ പഠിച്ച തൃശൂർ പള്ളിമൂല സ്വദേശി വിഷ്ണുവിനെയും BCom വിദ്യാഭ്യാസ യോഗ്യതയുള്ള കോലഴി സ്വദേശി 21 വയസ്സുള്ള കൃഷ്ണമൂർത്തിയെയും പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. തൃശൂർ റോഡ് വളാഞ്ചേരി.